ഗൈസ്, അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ അല്ലു അർജുൻ നായകനാവുന്ന പുതിയ ചിത്രം പുഷ്പ 2 അതിന്റെ ട്രെയിലറാണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. അല്ലേ, നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു ചിത്രം കൂടിയാണ് പുഷ്പ 2 എന്ന് വെച്ചാൽ പുഷ്പ 1 അങ്ങനെ ആയിരുന്നു ചെയ്തു വച്ചിരുന്നത്. അതിൻ്റെ ആ ത്രില്ലിങ്ങും അതിൻ്റെ ആ സോങ്ങും അതിൻ്റെ ആ ഫൈറ്റും ആ ഒരു ലൊക്കേഷനും ഒരു വെറൈറ്റി ചിത്രം, അതും എന്തുകൊണ്ടും സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. പിന്നെ നമ്മുടെ ഫഹദ് ഫാസിൽ വില്ലനായിട്ട് വരുന്നു, നെഗറ്റീവ് റോളിൽ വരുന്ന ചിത്രം. എന്തായാലും പുഷ്പ ഫ്ലവർ അല്ലടാ ഫയർ എന്ന് പറയുന്ന ചിത്രം കൂടിയായിരുന്നു പുഷ്പ. ഇപ്പം പുഷ്പ 2 എങ്ങനെയാണ് ട്രെയിലർ നമുക്ക് കണ്ടിട്ട് നോക്കാം. ഫയർ ആണോ അല്ലെങ്കിൽ ഫ്ലവർ ആണോ? ఎవడెవడు డబ్బంటే లెక్కలేదు, పావులంటే భయం లేదు. వీళ్ళు తిమిర బాధేదో ఉంది. രക്ഷയില്ല. पुष्प 2.5 अक्षर, नाम छोटा है लेकिन साउंड बहुत बड़ा. పుష్ప అంటే పేరు కాదు, పుష్ప అంటే బ్రాండ్. റിച്ചായി പുഷ്പ. ഓ, KGF-ന്റെ അതേ മോഡൽ. శ్రీవల్లి నా పెళ్ళం. పెళ్ళం మాట మూడింటే ఎట్ట ఉంటుందా? ప్రపంచకాల సూపర్ స్టార్. పార్టీ ఉంది పుష్ప, పార్టీ ఉంది. నాకు రాసిన పైసా నాయనా తనైనా. అది 7 కొండల మీద ఉన్నా, 7 సముద్రాలు దాటున్నా తీసుకునేది పుష్ప అలవాటు. పుష్ప అంటే నేషనల్ అనుకుంటారా? ఇంటర్నేషనల్. ఫైర్ కదా, ఫైర్. പുഷ്പ 2 ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അല്ലേ പുഷ്പ 2. അതുപോലെ പഴയ അതേ ടീം തന്നെയാണ്, പുഷ്പ 1-ലുള്ള അതേ ടീം തന്നെയാണ്. രശ്മിക മന്ദാനാണ് ചിത്രത്തിലെ നായികയായിട്ട് വരുന്നത്, അല്ലു അർജുൻ്റെ. അതുപോലെ പുഷ്പരാജ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അല്ലേ അല്ലു അർജുൻ ആവാഹിച്ച് കയറ്റിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്ര അടിപൊളിയായിരുന്നു, തകർത്താടാൻ പറ്റിയൊരു ക്യാരക്ടറാണ്. ഇപ്പം ഇതിൽ ട്രെയിലറിൽ വന്നപ്പം ഒരേ പൊളി ട്രെയിലർ അല്ലേ, എന്താ പറയുക, കുറച്ചുകൂടെ റിച്ച് ആയിട്ടുണ്ട്. ചന്ദനക്കടത്തും അല്ലെങ്കിൽ ആ ഇതിലൊക്കെ ഫൈറ്റിലെ സീനൊക്കെ ഒരു രക്ഷയില്ല. ആ ചേസും ആ ലോറിയായിട്ട് പോകുന്ന ഒരു സീനുണ്ട്, വെടിയും ഇതൊക്കെ വയ്ക്കുന്നവർ. അത് പിന്നെ കടലിലെ കുറച്ച് സീൻസ്. അതുപോലെ ഫഹദ് ഫാസിൽ വില്ലനായിട്ട് വരുന്ന ഫഹദ് ഫാസിലും പുഷ്പയും തമ്മിലുള്ള ആ ഡയലോഗ് ഒരു ആദ്യം ഒരു കോമഡി ട്രാക്കിലൂടെ വരണമെങ്കിലും പിന്നെ കയറുന്നുണ്ട്. അപ്പോൾ പടത്തിൽ അത് വേറെ ലെവലായിരിക്കും. പിന്നെ ഒരു രക്ഷയില്ലാത്ത, അപ്പം ഇതിൻ്റെ പിക്ചർ കാർഡും കാര്യങ്ങളും ഒക്കെ ആവുകൊണ്ട് കുറച്ച് അല്ലേ സൂപ്പർ ഫ്രെയിമുകളായിരിക്കും ചിത്രത്തിൽ. അതുപോലെ ഓരോ സീനിലും നല്ല അതായത് ഒരുപാട് ക്രൗഡാണ് ഒരു ഇവർ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു
പുഷ്പയുടെ ക്ലാസ് റിലീസ് എല്ലാ ആരും ധൈര്യപ്പെടുന്നില്ല ഇന്ത്യയിൽ തന്നെ. എന്ന് വെച്ചാൽ അല്ല റിലീസ് എല്ലാം മറ്റുള്ള ചിത്രങ്ങൾ മാറ്റി എന്നാണ്. ക്ലാസ് റിലീസിന് ആരും തയ്യാറാകുന്നില്ല. എന്തായാലും ഡിസംബർ 5 പുഷ്പ വേൾഡ് വൈഡ് അല്ലേ. എന്തായാലും നല്ലൊരു പ്രതീക്ഷയുള്ള ചിത്രം കൂടിയാണ്. എങ്ങനായാലും ആദ്യ ദിവസം നല്ലൊരു കളക്ഷൻ വീഴും. ചിത്രം എത്ര കയറും? 100 അല്ല 200 അല്ല 1000 ക്രോസിൽ കളക്ട് ചെയ്യാൻ അല്ലേ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ചിത്രം കൂടിയാണ് പുഷ്പ 2. പുഷ്പ ഫ്ലവർ അല്ലടാ ഫയർ. എന്തായാലും നമ്മളും വെയിറ്റിങ്ങിലാണ് ചിത്രം അല്ലേ കാണാൻ വേണ്ടി. അപ്പം എന്തായാലും ഇതിൻ്റെ ട്രെയിലർ പോകുന്ന പോക്ക് തന്നെ അറിയാം. എന്തായാലും നല്ലൊരു വിജയമായി തീരട്ടെ പുഷ്പ 2 ടീം അല്ലേ. ഓക്കെ വൈൻഡപ്പ് ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിലർ അല്ലു അർജുൻ്റെ? അടിപൊളി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.